ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനം കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. കൃഷ്ണായനം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. കൃഷ്ണായനം കേൾക്കുന്നവർ, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവർ എല്ലാവരും ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കൃഷ്ണായനം ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഒരു സ്വകാര്യ ഭാഷണം. ത്രിവക്രയെ കണ്ടവരാരും കൊട്ടാരത്തിൽ അംഗരാഗം എത്തിക്കുന്ന കുബ്ജയാണ് അവളെന്ന് മനസ്സിലാക്കിയില്ല. ചന്തം തികഞ്ഞ ചന്ദനലത പോലൊരു പെണ്ണ് ഉത്സവം കാണാനെത്തിയതാണെന്നേ കരുതിയുള്ളൂ. ആഹ്ലാദം തുളുമ്പുന്ന മനസ്സുമായി ത്രിവക്ര കംസന്റെ അന്തപുരത്തിലെത്തി. അംഗരാഗം രാജാവിനു നൽകി. മറ്റെന്തോ ആലോചനയായിരുന്നതിനാൽ രാജാവ് കുബ്ജയെ ശ്രദ്ധിച്ചില്ല. വിവിധ രാജ്യങ്ങളിൽ നിന്നും ധാരാളം യുവരാജകുമാരിമാർ ഉത്സവം കാണുവാനെത്തിയിരുന്നു. അവരുടെ സ്വകാര്യ ഭാഷണം മുഴുവൻ രാജകുമാരന്മാരുടെ അംഗവർണ്ണനയായിരുന്നു. ആ സമയത്താണ് ത്രിവക്ര അന്തപുരത്തിലേക്ക് കയറി വന്നത്. കുബ്ജയെ കണ്ട് തരുണിമാരുടെ മുഖം അരുണിമയായി. അണിഞ്ഞൊരുങ്ങിയെത്തിയിരിക്കുന്ന രാജവനിതമാരുടെ എത്രയോ ഇരട്ടി സൗന്ദര്യമുണ്ട് കുബ്ജയ്ക്ക്. രാജവനിതമാർക്ക് തന്നെ ത്രിവക്രയോട് കാമം തോന്നി. സൗവർണ പരാഗം മോലുന്ന സൗന്ദര്യമായിരുന്നു കുബ്ജയ്ക്ക്. നവയൗവനം തുളുമ്പി നിൽക്കുന്ന അവളെ അന്തപുര വനിതമാർ പരിചയപ്പെട്ടു. കുബ്ജ സത്യം തുറന്നു പറഞ്ഞു. കംസന്റെ റാണിയടക്കം എല്ലാവർക്കും സ്വരം നഷ്ടപ്പെട്ടു. അവർ പേരാലിൻ വേടുപോലെ മിഴിച്ചു നിശ്ചലരായി നിന്നു. വാർത്ത കേട്ടവർ അന്തപുരത്തിൽ ഒത്തുകൂടി. തൻ്റെ അനുഭവം കുബ്ജ വിശദീകരിച്ചു. അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, ആരാണ് ആ യാദവകുമാരൻ എന്നാണ് നിങ്ങൾ കരുതിയത്? അദ്ദേഹം ഹരിയുടെ അവതാരമാണ്. എൻ്റെ മുതുകെല്ല് നിവർത്തുവാൻ അദ്ദേഹത്തിനല്ലാതെ ആർക്കു കഴിയും? മധുരയെയും വ്രജഭൂമിയെയും രക്ഷിക്കുവാനാണ് അദ്ദേഹം വന്നെത്തിയിരിക്കുന്നത്. രാജകുമാരിമാരുടെ കൂട്ടത്തിൽ ആഡംബരം അധികമില്ലാത്ത വിദർഭ രാജകുമാരി കുബ്ജയെ ഏകാന്തത്തിലേക്ക് വിളിച്ചു. അവൾ പറഞ്ഞു, ത്രിവക്രേ, നാളെ ആ കാലിച്ചെറുക്കനെ കൊല്ലുമെന്നാണല്ലോ കേൾക്കുന്നത്. എന്തായാലും അത് കഷ്ടം തന്നെ. അവനെ രക്ഷിക്കുവാൻ നിനക്ക് കഴിയുകയില്ലേ? അല്ലെങ്കിൽ മറ്റാർക്കും അതിനുള്ള കഴിവില്ലേ? കുബ്ജ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുമാരി, കേശവനെ ആരും രക്ഷിക്കുക വേണ്ട. രക്ഷികളുടെ രക്ഷകനാണ് ആ തമോ ശിക്ഷകൻ. അവൻ തന്നെയാണ് എല്ലാം. അവനെ ശിക്ഷിക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ? നമ്മെപ്പോലും അവനാണ് രക്ഷിക്കുന്നത്. ശരിയായിരിക്കാം. എനിക്കിത്തരം കാര്യങ്ങൾ അറിയുവാൻ കഴിയുകയില്ലല്ലോ. കാറ്റും വെളിച്ചവും അറച്ചറച്ചെത്തുന്ന കൊട്ടാരത്തിലെ അന്തപുരത്തിൽ അടിഞ്ഞൊതുങ്ങുകയാണ് എൻ്റെ പതിവ്. ഇവിടെ വന്നപ്പോൾ രാജ്ഞിമാരും പൗരനാരിമാരും പറയുന്നത് കേട്ടു. അവരുടെ വാക്കിൻ തുമ്പിൽ വേദന കിനിഞ്ഞിരുന്നു. മാത്രമല്ല, വരും വഴി ആ കാലിച്ചെറുക്കനെ വഴിയിൽ വെച്ച് ഞാൻ കാണുകയും ചെയ്തു. നല്ല മെയ്വഴക്കമുള്ളവൻ, ഇന്ദ്രനീല നിറം, കമനീയം തന്നെ. വനം കുലയ്ക്കൊത്ത ചിഗുരഭാരം, മാറിൽ തിളങ്ങുന്ന മാലകൾ, ബലത്ത മാറിടം. ആ കണ്ണുകളാണ് വശ്യം. അവൻ മരിക്കാതിരിക്കട്ടെ. കുബ്ജ പറഞ്ഞു, കുമാരി, എൻ്റെ പൊന്നു തമ്പുരാനെ വധിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അവൻ മധുര കീഴടക്കുവാനാണ് വന്നിരിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ രാജകുമാരിയുടെ ഹൃദയത്തിൽ അവനുണ്ട്. അവൻ്റെ ചിരി മനമയക്കുന്നതാണ്, അകം തണുപ്പിക്കുന്നതാണ്. വിദർഭ രാജകുമാരി കുബ്ജയുടെ വാക്കുകൾ കേട്ടിരിക്കുവാൻ വഴിയില്ല. വെളിയിൽ ആ കണ്ണുകൾ എന്തിനെയോ തേടുകയായിരുന്നു. എന്തിനെന്ന് വിദർഭ രാജകുമാരിക്കും അറിയുവാൻ കഴിഞ്ഞില്ല. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ രാജകുമാരി സ്വയം നഷ്ടപ്പെട്ടു. അവൾ ഇന്ദ്രനീല ധനുസ്സിലേറി ആകാശനീലിമയിലൂടെ കേശവൻ എന്ന യാദവ ചെറുക്കനുമൊത്ത് യാത്ര ചെയ്യുകയായിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞു. മധുര ഉത്സവലഹരിയിലാണ്.
ഓരോ ഭവനത്തിലും കേശവനെക്കുറിച്ചാണ് ഭാഷണം. മുകുന്ദൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും സൗശീല്യത്തെക്കുറിച്ചും അവർ തമ്മിൽ പറഞ്ഞു. യാദവ പ്രമുഖന്മാർ വസുദേവരുടെ ഭവനത്തിൽ ഒത്തുചേർന്നു. ഉത്സവമായതിനാൽ കൊട്ടാരത്തിൽ കാവലില്ലായിരുന്നു. എങ്കിലും വസുദേവ ഭവനത്തിൽ ആരെല്ലാമാണ് വന്നു പോകുന്നതെന്നറിയുവാൻ ചാരന്മാരെ നിയോഗിച്ചിരുന്നു. കംസന്റെ നിർദ്ദേശപ്രകാരം മഗധ രാജകുമാരൻ്റെ ആൾക്കാർ രാജധാനിയുടെ ചുമതല ഏറ്റെടുത്തിരുന്നു. അവർക്കെല്ലാം ഒരു കാര്യം ബോധ്യമായി. രാധാകൃഷ്ണനെ മധുരയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് മല്ലയുദ്ധത്തിൽ കൊല്ലുവാനാണ്. ചാപപൂജ അതിനൊരു മറ മാത്രം. ചാണൂരാദികളെ ഒതുക്കി നിർത്തിയിരിക്കുന്നത് മനഃപൂർവ്വം തന്നെ. മാധവൻ മധുരയുടെ രക്ഷകനാണ്, അമ്പാടിയുടെ പൊന്നുണ്ണിയാണ്, വൃന്ദാവനത്തിൻ്റെ സ്വപ്നമാണ്, യാദവരുടെ ഉദ്ധാരകനാണ്. അദ്ദേഹത്തെ വധിക്കുക ഒരിക്കലും അനുവദിച്ചുകൂടാത്തതാണ്. ത്രിവക്രയുടെ കൂനു മാറ്റിയതും ദിവ്യമായ ധനുസ് മുറിച്ചതുമെല്ലാം കൃഷ്ണന്റെ ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. സായാഹ്നം കഴിഞ്ഞ് ഈ ബാലന്മാർ എങ്ങോട്ടാണ് പോയത് എന്ന് ആർക്കും അറിയില്ലതാനും. യോഗത്തിൽ ഒരാൾ പറഞ്ഞു, നാളത്തെ പകൽ മധുരയ്ക്ക് പ്രിയപ്പെട്ടതാണ്. നാളെ മധുരയുടെ ഉയിർത്തെഴുന്നേൽപ്പാണ്. ഒരുപക്ഷെ അത് നടന്നില്ലെങ്കിൽ മധുരയിൽ നിന്നും യാദവർ ഒഴിഞ്ഞുപോയേ മതിയാവുകയുള്ളൂ. ഏതായാലും രണ്ടിലൊന്ന് നാളെ അറിയാം. ഒരാൾ പറഞ്ഞു, മല്ലന്മാർ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതെല്ലാം കൃഷ്ണനെ കൊല്ലുവാനുള്ള സൂത്രങ്ങളാണ്, കെണിയാണിത്. എങ്ങനെയാണ് കണ്ണനെ ഇതിൽ നിന്ന് മോചിപ്പിക്കേണ്ടത്? യാദവരായി നിൽക്കേണ്ടത് എങ്ങനെയാണ്? അക്രൂരൻ പറഞ്ഞു, കൃഷ്ണനെ കംസൻ കൊല്ലുമെന്ന് ആരും ഭയക്കണ്ട. മറിച്ചാണ് വരുവാൻ പോകുന്നത്. കഴുത്തിന് ചുറ്റും കണ്ണുള്ള ചാരന്മാർ നമ്മെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഓർമ്മിക്കണം. എങ്കിലും പറയുകയാണ്, ഹരിയുടെ അവതാരമായ മാധവന്റെ നിഴലിൽ പോലും കംസൻ വരുകയില്ല. ആരും ആത്മരക്ഷ കരുതി കേശവനെതിരെ വാക്കുകൾ ഉതിർക്കാതിരുന്നാൽ മതി. അക്രൂരന്റെ വാക്കുകൾ എല്ലാവരും ഉൾക്കൊണ്ടു. അടുത്ത ഭാഗം കംസസഭയിൽ. ആ രാത്രിയിൽ അത് സംഭവിച്ചു. അറിഞ്ഞവർ ഞെട്ടിവിറച്ചു. മധുരയുടെ നാശം സമാഗതമായെന്ന് ഉദ്ധവർ തുടങ്ങിയവർ ഉറച്ചു. ഭോജേന്ദ്രൻ തൈലാഭിഷിക്തനായി പോത്തിന്റെ പുറത്തു കയറി തെക്കോട്ട് പോകുന്നതായി പലരും സ്വപ്നം കണ്ടു. അവരതിൻ്റെ കാരണം ചോദിച്ചറിഞ്ഞു. മരണമുടൻ ഭവിക്കുന്ന സ്വപ്നമാണതെന്നറിഞ്ഞ് പലരും പുറത്തു പറഞ്ഞില്ല. ജനങ്ങൾ ഭയവിഹ്വലരായി വർത്തിക്കുമ്പോഴാണ് അർദ്ധരാത്രിയോടടുത്ത് കംസന്റെ കേതു മുറിഞ്ഞു വീണത്. രക്ഷികൾ ചതഞ്ഞു മരിച്ചു. ഈ വിവരം കംസൻ പ്രഭാതത്തിൽ തന്നെ അറിഞ്ഞു. നേരം പുലർന്നു വന്നു. കുംഭമാസത്തിലെ മഹാശിവരാത്രി പുണ്യദിനമാണത്. എഴുന്നേറ്റപ്പോൾ തന്നെ അനവധി ദുർനിമിത്തങ്ങൾ കംസൻ കണ്ടു. രജകന്റെ മരണവും മഹാചാപത്തിന്റെ ഭഞ്ജനവും രക്ഷികളുടെ വധവും കംസനെ ചകിതനാക്കി. ഇന്നലെ മുതൽ ഇടതുവശം ക്രമം വിട്ട് തുടിച്ചുകൊണ്ടേയിരുന്നു. എന്തായാലും ആ കാലിച്ചെറുക്കനെ അധിക നേരം വാഴിക്കുന്നത് തനിക്ക് ദോഷം ചെയ്യും എന്ന് കംസൻ ഉറച്ചു. ഇന്ന് ഏതു വിധവും അവൻ്റെ മരണം ഉറപ്പാക്കണം. ഈ നിശ്ചയത്തോടെ ഭോജേന്ദ്രൻ മല്ലയുദ്ധം നടത്തുവാനുള്ള ഒരുക്കങ്ങൾക്ക് ആജ്ഞ കൊടുത്തു. മല്ലന്മാർ എത്തി. ചാണൂരൻ, മുഷ്ടികൻ, കോസലൻ, കൂടൻ, ശലൻ മുതലായ മല്ലപ്രതിഭകൾ കംസനെ വണങ്ങി. മധുരേശൻ അവരെ കണ്ട് ആഹ്ലാദിച്ചു. ചാണൂരൻ പറഞ്ഞു, പ്രഭോ മധുരേശ, എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മല്ലയുദ്ധത്തിന് വന്നിട്ടുള്ളത്. അങ്ങയുടെ മനപ്പീഡ ഞങ്ങൾ ഒഴിവാക്കുന്നതാണ്. വൃന്ദാവനത്തിൽ വളർന്നു വന്ന ആ ഇടയച്ചെറുക്കൻ തന്ത്രശാലിയാണ്. പൂതനയടക്കമുള്ളവരെ വധിച്ചത് ബലം കൊണ്ടാണെന്നാണോ അങ്ങ് കരുതുന്നത്? അല്ല, അത് തന്ത്രമാണ്. മല്ലയുദ്ധത്തിൽ നമുക്കറിയാവുന്ന അത്രയും തന്ത്രം അവൻ അറിയുകയില്ല. അതിനുള്ള പ്രായം അവനില്ല. അതുകൊണ്ട് അങ്ങ് സമാധാനത്തോടെ വർത്തിച്ചാലും. മല്ലന്റെ വാക്കുകൾ കംസനിൽ ആനന്ദം സൃഷ്ടിച്ചു. ഇടയ ചെറുക്കന് മല്ലന്മാരോട് പൊരുതി നിൽക്കുവാൻ കഴിയുകയില്ലെന്ന് ഭോജരാജൻ കരുതി. തനിക്കു തന്നെയാണ് വിജയമെന്ന് അദ്ദേഹം ഊഹിച്ചു. സ്വപ്നങ്ങളുടെയും ദുർനിമിത്തങ്ങളുടെയും ലോകത്തു നിന്നും കംസൻ മോചിതനായി.
ആനന്ദചിത്തനായ മധുരേശൻ തൻ്റെ പ്രിയപ്പെട്ട ഗജത്തെ കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു. ശക്തനും യുദ്ധമുറകൾ അറിയാവുന്നവനുമായ ആ ഗജത്തെ ഗജപാലകൻ ചാപപൂജ സൗധ കവാടത്തിലെത്തിച്ചു. മഹാമാത്രൻ കുവലയപീഠത്തെ രാമകൃഷ്ണന്മാർക്കെതിരെ ഒരുക്കി നിർത്തി. മല്ലയുദ്ധം കാണുന്നതിന് രാജമഞ്ചം ഒരുക്കി. ഇന്ദ്രസിംഹാസനം അവിടെ പ്രതിഷ്ഠിച്ചു. പട്ടുതലയണകൾ വെച്ചു. പർവ്വതശൃംഗത്തിൽ ഗജേന്ദ്രൻ കയറിയിരിക്കുന്ന മാതിരി കംസൻ മഞ്ചത്തിൽ ഉപവിഷ്ടനായി. നൃത്തവാദ്യക്കാർ എത്തി. കംസനെ പുകഴ്ത്തുന്ന ഗാനങ്ങൾ ഗായകർ ആവിഷ്കരിച്ചു. നടന വിദഗ്ധർ നൃത്തം ചെയ്തു. സാമന്ത രാജാക്കന്മാരും പ്രഭുക്കളും പ്രത്യേകം ഒരുക്കിയ ആസനങ്ങളിൽ ഉപവിഷ്ടരായി. പൗരജനങ്ങൾ അങ്കണത്തിൽ നിറഞ്ഞു. അന്തഃപുര സ്ത്രീകൾ മാളിക മുകളിലുള്ള ജനലുകളിൽ കൂടി മല്ലയുദ്ധരംഗം വീക്ഷിച്ചു. ചാണൂരൻ, മുഷ്ടികൻ തുടങ്ങിയവർ ഗദയെടുത്ത് തമ്മിൽ പൊരുതി അഭ്യാസ പാടവം പ്രകടിപ്പിച്ചു. കംസന്റെ നിയന്ത്രണത്തിൽ എത്തിച്ചേർന്ന വ്രജഭൂമിയിലെയും ചുറ്റുമുള്ള ഗ്രാമത്തിലെയും ജനങ്ങൾ തിരുമുൽ കാഴ്ചവെച്ചു മാറി നിന്നു. നന്ദരാജനും വൃഷഭാനുവും ഗോരസം നൽകി രാജനെ ആദരിച്ചു. അവരെ യഥാസ്ഥാനങ്ങളിൽ രാജഭൃത്യന്മാർ ഇരുത്തി. ബാണാസുരൻ, ജരാസന്ധൻ, നരകാസുരൻ തുടങ്ങിയ ശ്രേഷ്ഠരായ രാജാക്കന്മാർ അർഹമായ കാഴ്ചദ്രവ്യങ്ങൾ പടസന്നാഹത്തോടെ എത്തിച്ചു. തൻ്റെ പ്രഭുത്വത്തിൽ കംസൻ സ്വയം അഹങ്കരിച്ചു. മധുരാനഗരം സഭയിൽ നിറഞ്ഞു നിന്നു. എന്നാൽ കംസന്റെ പിതാവായ ഉഗ്രസേനനെ സഭയിലേക്ക് ക്ഷണിച്ചില്ല. ദേവകിയുടെ പിതാവായ ദേവകനെയും വസുദേവതാതനായ ശൂരസേനനെയും ഭക്തശിരോമണിയായ ഉദ്ധവനെയും കംസൻ ക്ഷണിച്ചില്ല. അവരെല്ലാം തൻ്റെ ശത്രുക്കളാണെന്നാണ് കംസന്റെ വിശ്വാസം. അല്പസമയം കഴിഞ്ഞു. നൃത്തശാലയുടെ മുഖം മാറി. ഇന്ദ്രജാലം പോലെ വേഷഭൂഷാദികൾ അണിഞ്ഞ സൈരന്ധ്രിമാർ കലാകോവിതരായി നിരന്നു. അവർ കാണികളെ സന്തോഷിപ്പിക്കുമാറ് അർദ്ധനഗ്നാംഗികളായി നടനം തുടങ്ങി. മാദകമോഹിനികളുടെ നടനവും മനം മയക്കുന്ന ഗാനവും ചേർന്ന് അവിടം ദേവലോകസഭയെ അതിശയിപ്പിച്ചു. പൗരാവലി മല്ലയുദ്ധം മറന്നു. നടനം അവരിൽ ലഹരി പടർത്തി. ആനന്ദത്തിൽ ആറാടി അവരിരുന്നു. കംസനും ക്ഷണനേരത്തേക്ക് ആ നൃത്തത്തിൽ ആഹ്ലാദിച്ചു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗം കുറച്ച് ലെങ്തി ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.